ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തായാലും പ്രതാപേട്ടനെ നോക്കാനുള്ള ഭാഗ്യമെങ്കിലും നിങ്ങളായിട്ട് എനിക്ക് ഉണ്ടാക്കി തന്നല്ലോ. നന്ദി മക്കളെ. ഈ ജന്മം അമ്മയ്ക്ക് ഓർക്കാൻ അതൊക്കെ മതി മോളെ. അടുത്ത ജന്മത്തിലേക്ക് കാത്തിരിക്കാൻ ഞാൻ രാധയും മീരയൊന്നും അല്ലല്ലോ. ഒരിക്കലും കവിളില് കണ്ണീരുണങ്ങാത്ത വെറും പത്മയല്ലേ. പ്രതാപേട്ടന്റെ ക്ഷീണമൊക്കെ മാറി നടക്കാനാവുന്നത് വരെ അച്ഛനെ നന്നായിട്ട് നോക്കണം മോള്. അമ്മ ഫോൺ വെക്കോ. മോളെന്തിനാ കരയുന്നത്? അച്ഛന്റെ അസുഖമൊക്കെ മാറിയില്ലേ? എന്നാലും ഞങ്ങളെല്ലാരും എന്തുമാത്രം വിഷമിച്ചു. അച്ഛനില്ലാതെ ഈ ലോകത്ത് ജീവിക്കേണ്ടെന്ന് വരെ തീരുമാനിച്ചു. അങ്ങനെയൊന്നും പറയോ ചിന്തിക്കുക പോലും ചെയ്യരുത് മോളെ. എല്ലാവർക്കും എല്ലാ കാലത്തും ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുമോ? ഇതിനൊക്കെ ഓരോ പ്രകൃതി നിയമങ്ങളില്ലേ? നമ്മുടെയൊക്കെ ജീവിത കഥയുടെ സ്ക്രിപ്റ്റ് ദൈവത്തിന്റെ കയ്യിലാണ് ഉള്ളത്. സ്ക്രിപ്റ്റും ഡയറക്ടറും ഒക്കെ അവിടുന്ന് തന്നെ. കട്ട് പറയുമ്പോ ക്യാമറയുടെ മുമ്പിൽ നിന്ന് മാറിക്കൊള്ളണം. പിന്നെ പാക്കപ്പ് പറയുമ്പോ പോയേ പറ്റൂ. അങ്ങനെ പറയില്ലേ അച്ഛൻ. മോൾ അച്ഛന്റെ അസുഖത്തിൽ എത്രമാത്രം വിഷമിച്ചു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. മോൾ ഈ അച്ഛനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് വൈകിയ എനിക്ക് മനസ്സിലായത്. തരാൻ കഴിയുമായിരുന്നിട്ടും ഞാൻ നിനക്ക് തരാതെ പോയ സ്നേഹം, ഇക്കാര്യത്തിൽ മാത്രമേ എനിക്ക് സങ്കടമുള്ളൂ. അങ്ങനെയൊന്നും പറയില്ല അച്ഛൻ. അച്ഛൻ എന്തെങ്കിലുമൊക്കെ എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണെന്ന് ഞാൻ കരുതിയിട്ടുള്ളൂ. മോളെ, എനിക്ക് ഇങ്ങനെ ഒരു അപകടം വന്നതും ഞാൻ വീണതും ദൈവത്തിന്റെ ഒരു പദ്ധതിയായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം എന്റെ മോൾക്ക് അച്ഛനോടുള്ള സ്നേഹത്തിന്റെ ആഴം അറിയാൻ ദൈവം എനിക്ക് വരുത്തിയതാ ഈ അസുഖം. ഇപ്പോ എനിക്ക് ലേശം കുറ്റബോധമുണ്ട്. മോളെ തിരിച്ചറിയാൻ അച്ഛൻ കുറച്ച് വൈകിപ്പോയി എന്ന കുറ്റബോധം. എന്താ അച്ഛൻ? സർ. രാജു, വാ വാ. എന്റെ മകളെപ്പോലെ തന്നെ എനിക്ക് വേണ്ടപ്പെട്ടവനാ നീയും. എന്റെ ജീവൻ തിരിച്ചു പിടിച്ചു തന്ന നിങ്ങളോട് ഞാൻ എങ്ങനെ നന്ദി പറയാ? അയ്യോ സാറേ, സാറേ എന്താ ഇത്?